ഓക്കെ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റായിട്ട് നോക്കിയത് ചെക്ക് ബുക്ക് ആൻഡ് പാസ്ബുക്ക് വരെയായിരുന്നു അല്ലെ. BC OE 144 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്താണ്? ഓക്കെ, അപ്പോൾ ആരാണ് സെക്രട്ടറി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. 1 മിനിറ്റ്. ടൈപ്സ് ഓഫ് ഓഡിറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് സെക്രട്ടറി. ഓക്കെ, അതില്ല. അപ്പോൾ സെക്രട്ടറി. ഓക്കെ, ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറി ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം. സെക്രട്ടറി എന്തിനാണ്? അപ്പോൾ നമ്മുടെ ഓരോ ഓഫീസിലും സെക്രട്ടറി കാര്യങ്ങളുണ്ട്. എന്തിനാണ്? അവിടുത്തെ റെക്കോർഡ്സ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ലീഗലായിട്ടുള്ള പല കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കണം. പിന്നെ ഇങ്ങനെയുള്ള ഓഫീസ് വർക്കിനൊക്കെ വേണ്ടി ഒരു കുറേ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി സെക്രട്ടറി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? Secretary may widely differ depending on the terms and condition of his employment and employer's activity. ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഡിപ്പെൻഡിങ് അപ്പോൺ ദി കണ്ടീഷൻ ഓഫ് ഹിസ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. അയാളുടെ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് അയാളുടെ ഡ്യൂട്ടീസ് കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് സെക്രട്ടറിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റൂട്ടീൻ സെക്രട്ടറി ആൻഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി. റൂട്ടീൻ സെക്രട്ടറി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദി ഓഫീസാണ്. ഓഫീസിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡിനെയാണ് എന്ത് പറയുന്നത്? റൂട്ടീൻ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇവർ ചെയ്യുന്ന കാര്യം എന്താ? മാനേജിങ് ഡേ ടു ഡേ ഓഫീസ് വർക്ക്. ഓഫീസിലെ ഡേ ടു ഡേ വർക്കുകൾ ഉണ്ടാകും, ഇത് മാനേജ് ചെയ്യുന്നതാണ് റൂട്ടീൻ സെക്രട്ടറി ചെയ്യുന്നത്. ഹിസ് ഡ്യൂട്ടീസ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഓഫീസ് ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ഓഫീസിലെ ഓഫീസ് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ കൺട്രോൾ ചെയ്യുകയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യേണ്ട കാര്യം. റൂട്ടീൻ സെക്രട്ടറി ചെയ്യേണ്ട കാര്യം. അതുപോലെ ക്ലറിക്കൽ സർവീസുകൾ ഉണ്ടാകും അല്ലെ. നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ഓർഗനൈസേഷനിൽ ക്ലറിക്കൽ സർവീസുകൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൊവൈഡിങ് ക്ലറിക്കൽ സർവീസ് ടു ദി ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ്ലി ആയിട്ടും അതുപോലെ എക്കണോമിക്കലായിട്ടും നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആസ് റിഗാർഡ്സ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഓഫീസ് റിലേറ്റഡ് വിത്ത് ജനറൽ സർവീസ് ലൈക്ക്, വേറെ ജനറൽ സർവീസ് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, അതൊക്കെയാണ് ജനറൽ സർവീസ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലത്തെ ഡ്യൂട്ടീസ് എന്ന് പറയും. ബാക്കി ഇവിടെ പറയുന്നത് ഓൾ ഡിപ്പാർട്ട്മെന്റ് ദി ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറി ആർ ലൈക്ക് ദസ് ഓഫ് എ ലൈൻ എക്സിക്യൂട്ടീവ്. ദിസ് ഡ്യൂട്ടീസ് ഇൻക്ലൂഡ്, ഈ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് സെലക്ഷൻ, അതായത് എംപ്ലോയി സെലക്ഷൻ ഉണ്ടാവും, ട്രെയിനിങ് ഉണ്ടാവും, പ്ലേസ്മെന്റ് ഉണ്ടാവും, റെമ്യൂണറേഷൻ ഓഫ് ഓഫീസ് പേഴ്സണലിന്റെ റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. പ്രൊവൈഡ് നെസസറി ഫോംസ് കാര്യങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലും ആവശ്യം അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സ്റ്റേഷനറി ഉണ്ടാവും. നമ്മുടെ ഓഫീസിൽ സ്റ്റേഷനറി വേണം, ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നോക്കുന്നതിൻ്റെ ഡ്യൂട്ടി ആയിരിക്കാനുള്ളത് നമ്മുടെ സെക്രട്ടറിനാണുള്ളത്. ഏത് സെക്രട്ടറിയാണ്? ഞാൻ പറഞ്ഞു, 2 സെക്രട്ടറി ഉണ്ട്. റൂട്ടീൻ സെക്രട്ടറി ഉണ്ട്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഉണ്ട്. റൂട്ടീൻ സെക്രട്ടറി ആണ് ഇതൊക്കെ നോക്കേണ്ടത്. അതുപോലെ മിഷൻസ്, എക്യുപ്മെന്റ് കാര്യങ്ങൾ ബാക്കി നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. നോട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സെക്രട്ടറി എന്ന് പറഞ്ഞത് ആരാ? അത് ഡ്യൂട്ടീസ് ഓഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി അല്ലേ. വേറെ പറഞ്ഞ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. അവരുടെ ഡ്യൂട്ടീസ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആർ വൈഡർ ഇൻ സ്കോപ്പ്. അപ്പോൾ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡർ ആണ്. ദി എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഈസ് എൻട്രസ്റ്റഡ് വിത്ത് മെയിൻലി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മാനേജറിയൽ ഫങ്ഷൻസ് ആൻഡ് ഗ്രാൻഡഡ് എക്സിക്യൂട്ടീവ് പവേഴ്സ് അക്കോർഡിംഗ്ലി. ഹിസ് ഡ്യൂട്ടീസ് മേ ഇൻക്ലൂഡ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ഫോർ സെക്രട്ടറിയൽ ഡിപ്പാർട്ട്മെന്റ് കവറിംഗ് ഓൾ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലെ. ഇവരുടെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ മാനേജ്മെൻറ്റ് പേഴ്സണൽ മാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കവർ ചെയ്യും ഇവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട്. ഓക്കെ, ഇനി വേറെ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യുക. റിപ്രസെൻറ്റിങ് മാനേജ്മെൻറ്റ് ഫോർ ഒരു നെഗോഷിയേറ്റിംഗ് കോൺട്രാക്ട്സ്, അതായത് ഓരോ കോൺട്രാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നെഗോഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പം മാനേജ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സെക്രട്ടറിന് പോകാൻ സാധിക്കും. അതുപോലെ സെറ്റിംഗ് ലീഗൽ ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടാകും, അതൊക്കെ എന്ത് ചെയ്യുക? സെറ്റിൽ ചെയ്യുക. ഓക്കെ, സെറ്റിംഗ് അല്ല സെറ്റിലിംഗ്. ഓക്കെ,
മെയിൻറ്റെയിനിങ് ലൈസൺ വിത്ത് ക്ലയൻസ് കസ്റ്റമറൊക്കെ ആയിട്ട് ക്ലയൻസൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഡീല് ചെയ്യുക. അതുപോലെ പബ്ലിക്കായിട്ട് ഡീല് ചെയ്യുക. എംപ്ലോയി യൂണിയൻസിനെ എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യണം. ഡീലേഴ്സ് ആൻഡ് സപ്ലൈസ് ഒക്കെ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. മിക്ക അറ്റംപ്റ്റിലും ഒരു 2-3 ടൈംസ് എങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഓൾസോ നോൺ ആസ് വേരിയബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിനെ നമ്മൾ വേരിയബിൾ ബഡ്ജറ്റ് എന്ന് പറയാറുണ്ട്. കാരണം എന്താ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ വേരിയബിൾ കോസ്റ്റുകളാണ് ഷോ ചെയ്യുന്നത്. അതായത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഈസ് എ ബഡ്ജറ്റ് ദാറ്റ് ഈസ് അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദി ആക്ച്വൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓർ ഔട്ട്പുട്ട്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ദി സെയിം കമ്പനി ബട്ട് വിത്ത് എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഓഫ് 3 ലെവൽസ്. 3 ലെവൽസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഒന്ന് ആക്ടിവിറ്റി ലെവൽ 8000 യൂണിറ്റ്സ് ആണെങ്കിൽ, 10000 യൂണിറ്റ്സ് ആണെങ്കിൽ, 12000 യൂണിറ്റ്സ് ആണെങ്കിൽ, ഇങ്ങനെ 3 ലെവലായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇതെന്താ? 8000 യൂണിറ്റ്സ് സെയിൽ ചെയ്യുന്നു, 10000 യൂണിറ്റ്സ് സെയിൽ ചെയ്യുന്നു, 12000 യൂണിറ്റ്സ് സെയിൽ ചെയ്യുന്നു. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. അപ്പോൾ 8000 യൂണിറ്റ്സ് സെല്ല് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ്സിന് 50 രൂപ വെച്ചിട്ട് 4 ലക്ഷം അല്ലേ 8000 യൂണിറ്റ്സിന്. അതുപോലെ 10000 യൂണിറ്റ്സിന് ഒരു യൂണിറ്റ് 50 വെച്ചിട്ട് 10000 യൂണിറ്റ്സിന് എത്രയാ? 5 ലക്ഷം രൂപയുടെ സെയിൽ നടത്തുന്നു. 12000 യൂണിറ്റ്സിൻ്റെ 50 എത്രയാ? 6 ലക്ഷത്തിൻ്റെ സെയിൽ. മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ സെയിൽസ്. ഇവിടെ വേരിയബിൾ കോസ്റ്റ് എത്രയാണ് നോക്കുക. 2,40,000, 3 ലക്ഷം, 3,60,000. ഈ 6 ലക്ഷം, 3,60,000 എന്ന് പറയുന്നത് 12000 യൂണിറ്റ്സിൻ്റെ സെയിലും വേരിയബിൾ കോസ്റ്റുമാണ്. അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് 1 ലക്ഷം, 1 ലക്ഷം, 1 ലക്ഷം. കാരണം എന്താ? ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും അല്ലെ? നമ്മുടെ കപ്പാസിറ്റിയുടെ ഉള്ളിൽ വരെയും എന്താണ്? സെയിം ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റിന് ചേഞ്ച് ഉണ്ടാവില്ല, യൂണിറ്റ്സ് കൂടിയാലും കുറഞ്ഞാലും. നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായടാ? ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അതെന്താ? വേരിയബിൾ ബഡ്ജറ്റാണ്. ഓരോ യൂണിറ്റ്സ് വ്യത്യാസം വരുന്നതനുസരിച്ച് എന്ത് മാറും? വേരിയബിൾ കോസ്റ്റിൽ വ്യത്യാസം വരും, സെയിൽസിൽ വ്യത്യാസം വരും. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ മെയിൻലി മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ആക്ച്വൽ ലെവൽ അനുസരിച്ച് അഥവാ ഔട്ട്പുട്ടിൻ്റെ ആക്ച്വൽ ലെവൽ അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ എന്താ അഡ്ജസ്റ്റ് ആവും. ഇതാണ് സംഭവം. ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. എക്സാമ്പിളും കൂടി എഴുതാം. ഓക്കെ, ഇനി ഫിക്സഡ് ബഡ്ജറ്റ് നമുക്ക് പഠിക്കാൻ ഉണ്ട്. ഫിക്സഡ് ബഡ്ജറ്റ് ഈസ് എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ ഓൺലി 1 ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദി ആക്ച്വൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓർ സെയിൽസ്. ഫിക്സഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി അത് എന്ത് ചേഞ്ച് വന്നാലും അത് വ്യത്യാസം വരില്ല. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇഫ് എ കമ്പനി എക്സ്പെക്ട്സ് ടു പ്രൊഡ്യൂസ് 10000 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് കരുതി. നമ്മൾ ഫിക്സ് ചെയ്ത ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10000 യൂണിറ്റ്സിനാണ്. ഓക്കെ, പക്ഷേ ആക്ച്വൽ പ്രൊഡക്ഷൻ ശരിയായിട്ട് നമ്മൾ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത് എത്ര? 8000 യൂണിറ്റ്സ് ആണ് നമ്മൾ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്തത്. അത് എന്താണ്? അപ്പോൾ 8000 യൂണിറ്റ്സ് ഓർ 12000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ, പക്ഷേ 12000 വിട്ട് 8000 മാത്രം നോക്കിയാൽ മതി. 8000 ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് ചേഞ്ച് ആവും? ഇല്ല, ബഡ്ജറ്റ് ഡസ് നോട്ട് ചേഞ്ച്. കാരണം എന്താ? ഇത് ഫിക്സഡ് ബഡ്ജറ്റാണ്. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത ആ ബഡ്ജറ്റിൽ തന്നെ ഇത് മുന്നോട്ട് പോകും. അത് എത്ര ആക്ച്വൽ ഔട്ട്പുട്ടിലും വ്യത്യാസം വന്നാലും, ആക്ച്വൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അഥവാ സെയിൽസിൽ വ്യത്യാസം വന്നാലും എന്താണ്? ഡസ് നോട്ട് ചേഞ്ച്. ഇതാണ് ഫിക്സഡ് ബഡ്ജറ്റ്. എന്നാൽ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വേരിയബിൾ ബഡ്ജറ്റാണ്. അതിൽ ചേഞ്ചുകൾ സംഭവിക്കും. ഇതാണ് മെയിൻലി ചെറുതായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. അപ്പോൾ ടെസ്റ്റിലൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൽ ലോങ് ടൈം ബഡ്ജറ്റ്, ഷോർട്ട് ടൈം ബഡ്ജറ്റ്, കറണ്ട് ബഡ്ജറ്റ്. അതാണ് ഓൺ ദ ബേസിസ് ഓഫ് ടൈമിൽ. ഇനി ഓൺ ദ ബേസ് ഓഫ് ഫ്ലെക്സിബിലിറ്റിയിൽ ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ട്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ട്. ഓൺ ദ ബേസ് ഓഫ് ഫംഗ്ഷനിൽ എന്താ? സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ട്, പർച്ചേസ് ബഡ്ജറ്റ് ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് ഉണ്ട്, ഓവർ ഹെഡ് കോസ്റ്റ് ബഡ്ജറ്റ് ഉണ്ട്, ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലെക്സിബിലിറ്റിയിൽ നമുക്ക് നോക്കാം. ഞാൻ ടെസ്റ്റിലാണ് കൊടുത്തേക്കുന്നത്, ഫുള്ളൊന്നും വായിക്കുന്നില്ല. ഫിക്സഡ് ബഡ്ജറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിയില്ലേ, അതുകൊണ്ട് അതിന് പറയേണ്ട ആവശ്യമില്ല. ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ.
ഓക്കെ, സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്. സെയിൽസ് ബഡ്ജറ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഈ വരും വർഷത്തിൽ, അതായത് വരും വർഷത്തിലെ സെയിൽസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. മുൻകൂട്ടി നമ്മൾ എന്ത് ചെയ്യും, ഇത്ര സെയിൽസ് വരും, ഇത്ര യൂണിറ്റ് നമ്മൾ വിൽക്കും, ഇത്ര സെല്ലിംഗ് പ്രൈസിന് നമ്മൾ വിൽക്കാം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ബഡ്ജറ്റാണ് സെയിൽസ് ബഡ്ജറ്റ്. ഇനി എന്താണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്? അതായത് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിലോട്ട് വേണ്ടി നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് മുൻകൂട്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അതായത് നമ്മൾ അടുത്ത വർഷം ഇത്ര യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ചെയ്യണം എന്നൊക്കെ മുൻകൂട്ടി ഇതാക്കാൻ വേണ്ടി നമ്മളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്യുകയാണ്. അതാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ഇനി പർച്ചേസ് ബഡ്ജറ്റ് എന്താ? പർച്ചേസ് ബഡ്ജറ്റ് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ വേണം. അതായത് നമുക്ക് ഒരു 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ 1000 യൂണിറ്റ്സിൽ ഓരോ യൂണിറ്റ്സിനും നമുക്ക് എ എന്ന് പറയുന്ന മെറ്റീരിയലും ബി എന്ന് പറയുന്ന മെറ്റീരിയലും വേണം. കിട്ടിയാലാണ് നമുക്ക് എന്താണ് ഒരു പ്രൊഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. എടാ, സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കണം. ചായ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ചായപ്പൊടി വേണം, അല്ലേ? ചായപ്പൊടി വേണം, പാല് വേണം, പഞ്ചസാര വേണം, ശരിയല്ലേ? ഈ 3 മെറ്റീരിയൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ടീ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഈ ടീ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഈ 3 റോ മെറ്റീരിയൽ വേണം. എന്ത് വേണം? ചായപ്പൊടി വേണം, പാല് വേണം, പഞ്ചസാര വേണം, അല്ലേ? ഇത് 3 കൂടി ഇട്ടാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടും. അതാണ് എന്ത്? ടീ, അല്ലെ? ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. ഇതെന്താ? നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ഷനിലെ കീപ്പ് ഇൻ ദ മൈൻഡ് ദി പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ആൻഡ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാലുള്ള മെറ്റീരിയൽ റിക്വയർഡ് ഫോർ ദി അപ്കമിങ് പീരീഡ്. അടുത്ത വർഷം അപ്കമിങ് പീരീഡിലോട്ട് വേണ്ടി നമുക്ക് എത്ര ഇൻവെൻ്ററി ആവശ്യമാണ്, എത്ര റോ മെറ്റീരിയൽ ആവശ്യമാണ്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഷെഡ്യൂളിനനുസരിച്ച് പർച്ചേസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനാ എന്ന് പറയുകയാണെങ്കിൽ, അതായത് നമുക്ക് ഫിക്സഡ് അസറ്റ്സുകൾ ഉണ്ടാകും. അതായത് ലാൻഡ്, ബിൽഡിങ്, മെഷീനറീസ്, അതുപോലെയുള്ള ഫിക്സഡ് അസറ്റുകളിലെ ഇതിനു വേണ്ടി നമ്മൾ എത്ര എക്സ്പെൻഡിച്ചർ നമ്മൾ ചിലവാക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ എത്ര രൂപയുടെ ചിലവാക്കേണ്ടി വരും എന്നൊക്കെ മുൻകൂട്ടി നമ്മളൊരു ബഡ്ജറ്റ് ഇടുകയാണ്. റിക്വയർ അറ്റ്മോസ്റ്റ് അറ്റൻഷൻ ആൻഡ് കെയർ ആസ് ഇറ്റ് ഇൻവോൾവ്സ് എ ലാർജ് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് റിപ്രസെൻറ്റ് ദി പ്ലാനഡ് ഔട്ട്ലേ ഓൺ ഫിക്സഡ് അസറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് നമുക്കിങ്ങനെ ഓരോ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് എന്താ പല രീതിയിലുള്ള ലാൻഡ് വേണ്ടി വരും, ബിൽഡിങ് വേണ്ടി വരും, മെഷീനറി വേണ്ടി വരും, നമ്മുടെ ബിസിനസ്സിലോട്ട് വേണ്ടി. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ എന്താ മുൻകൂട്ടി ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ എക്സ്പെൻഡിച്ചർ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഓവർ ഹെഡ് കോസ്റ്റ് ബഡ്ജറ്റ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെയുള്ള ഓവർ ഹെഡുകൾ. അപ്പോൾ ഇതൊക്കെ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വരാനിരിക്കുന്ന അപ്കമിങ് പീരീഡിൽ നമുക്ക് വരാനിരിക്കുന്ന എക്സ്പെക്റ്റഡ് കോസ്റ്റുകളെ മുൻകൂട്ടി നമ്മൾ ഇടുന്ന ബഡ്ജറ്റിനെയാണ് ഓവർ ഹെഡ് കോസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് എത്ര രൂപ വന്നു, എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമുക്ക് എത്ര രൂപയുടെ ക്യാഷ് റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ക്യാഷ് ബഡ്ജറ്റ്. ഓക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താ? ഒരു കമ്പനിയുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. കാരണം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്താലാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഫോൺ ഇറക്കണം, നിങ്ങളുടെ ഒരു കമ്പനിയിൽ പുതിയ ഫോൺ കമ്പനിയാണ്, പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് ഇറക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? റിസർച്ച് ചെയ്യണം, അത് ഡെവലപ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നല്ല രീതിയിലൊരു നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈമിലോട്ട് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഫണ്ടാണ് ഇത് റിസർച്ച് ആൻഡ് ഫണ്ട്. മാറ്റി വെക്കുന്ന ഫണ്ടല്ല, അതിന് എത്ര രൂപ വരുമെന്ന് പറഞ്ഞ് ബഡ്ജറ്റ് ചെയ്യുന്നതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ലോങ് ടേം ബഡ്ജറ്റ്. ലോങ് ടേം ബഡ്ജറ്റ് ആർ പ്രിപ്പയർഡ് ബൈ എ മാനേജ്മെൻറ്റ് ഫോർ എ ലോങ് ടേം റേഞ്ചിങ് ഫോർ എ പീരീഡ്. ഓക്കെ, ലോങ് ടേം ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 to 10 years ആണ് ലോങ് ടേം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻ്റ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ നോട്ട്സ് വായിച്ചു വിട്ടിട്ടില്ല, അതൊക്കെ ജസ്റ്റ് എന്താ സംഭവം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്, വായിച്ചെടുക്കാത്തേ ഉള്ളൂ. കാരണം ഇതെന്താണെന്ന് മനസ്സിലാക്കണം. ജസ്റ്റ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ എന്താ ചെയ്തത്? ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ഇതാക്കുന്നുണ്ട്. അതുകൊണ്ട് 2 പാർട്ട് വേണ്ടി വന്നിട്ടുണ്ട്.
ഓക്കെ, നമുക്കപ്പോൾ അധികം സമയം കളഞ്ഞ് ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ടൈപ്സ് ഓഫ് ഓഡിറ്റ് നോക്കാം. ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഓഡിറ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ്. സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതെന്തിനാണ് ഈ സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് ഗവൺമെന്റിന് റിപ്പോർട്ട് ചെയ്യണം? കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്തറിയണം? കറണ്ട് സ്റ്റേറ്റ് ഓഫ് എ കമ്പനി, അതായത് കമ്പനിയുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയണം. അതായത് ഫിനാൻസിൻ്റെ അക്കൗണ്ട്സിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് അറിയണം. അതുപോലെ ഓഡിറ്റ്സ് ആർ ഓക്കെ, ഓഡിറ്റ്സ് നമ്മൾ ചെയ്യുന്നത് ആരാ? ക്വാളിഫൈഡ് ഓഡിറ്റേഴ്സ് ആയിരിക്കും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ഫോർമാറ്റ് സ്പെസിഫൈഡ് ബൈ ദി ഗവൺമെൻറ് ഏജൻസി. പറയുന്ന ഫോർമാറ്റിൽ വേണം എന്ത് ചെയ്യാൻ? സ്റ്റാറ്റുട്ടറി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. മെയിൻലി ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ, അതായത് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനികളിൽ ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് അറിയണം ഇവർ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ലാസ്റ്റ് പറയുകയാണ് നിങ്ങൾക്ക് ഇത്ര രൂപ ഡിവിഡൻഡ് കാര്യങ്ങളുണ്ടെന്ന് പറയുക. പക്ഷേ എന്താണ്, ഇവർക്ക് ഇത് നേരത്തെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇത് ഇവർക്ക് അറിയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന ഒരു ഓഡിറ്റാണ് സ്റ്റാറ്റുട്ടറി ഓഡിറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് കൃത്യമായിട്ടാണോ ഡിവിഡൻഡ് കാര്യങ്ങൾ കൊടുക്കുന്നത്, ഇവർ പറയുന്നത് ശരിയാണ്, ഇത്ര ലാഭമുണ്ടായി ഇത്ര നഷ്ടമുണ്ടായി എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് സഹായിക്കും. ഇനി ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടൊരു ഓഡിറ്റ് ഒന്നല്ല, ഗവൺമെൻറ് അല്ല കണ്ടക്ട് ചെയ്യുന്നത്. ഇത് മെയിൻലി മാനേജ്മെൻ്റ് ആണ്, ഇന്റേണൽ മാനേജ്മെൻ്റ് ആണ് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്. എന്തിനാണ്? ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്, അതായത് ഫെയിമിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് നന്നായിട്ടാണോ പോകുന്നത്, അസെറ്റ്സ് ഇറ്റ്സ് ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ്, അതായത് അവരുടെ ഓപ്പറേഷണൽ എഫക്റ്റീവ്നെസ് ഒക്കെ നന്നായിട്ടാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ അസസ് ചെയ്യണം. ദി ഓഡിറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് എയ്തർ ബൈ എ തേർഡ് പാർട്ടി ഓർ ബൈ ദി കമ്പനീസ് എംപ്ലോയീസ്. ഇത് കമ്പനി തന്നെ നടത്തുന്ന ഒരു സംഭവമാണ് ഇന്റേണൽ ഓഡിറ്റ്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ തേർഡ് പാർട്ടീനെ വെക്കാം, അല്ലെങ്കിൽ കമ്പനിയിലുള്ള എംപ്ലോയീസ് തന്നെ ഈ റിപ്പോർട്ട്, അതായത് ഇന്റേണൽ ഓഡിറ്റ് വെക്കാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുള്ള അത് ഇൻ്റർനെറ്റ് ബേസ്ഡ് കമ്പ്യൂട്ടിംഗ് സർവീസാണ്. അതായത് ഈ ഇമെയിൽ, ഫയൽ ഷെയറിങ്, കോൺഫറൻസിങ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്, ഡോക്യുമെൻറ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഇല്ലേ, ഇതുപോലെ. അതായത് പണ്ടൊക്കെ നമ്മൾ പേപ്പർ വർക്ക് ആയിരുന്നല്ലേ, നമ്മൾ ഇപ്പം പേപ്പർ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം ഒരു ക്ലൗഡിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഗൂഗിൾ ഡ്രൈവ് ഒക്കെ പോലെ ക്ലൗഡിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആ സംഭവമാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ പറയേണ്ടത്. ഇതൊന്നും വായിച്ചെടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ വായിച്ചാലും മനസ്സിലാവുന്ന പോയിന്റുകളാണ്. ഓക്കെ, മെയിൻലി ഇതാണ്. അപ്പം നമുക്ക് എന്ത് നോക്കാം, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഫ്ലെക്സിബിൾ ആക്സസ് ആണ്, അതായത് നമുക്ക് വർക്ക് ഫ്രം എനി ലൊക്കേഷനിൽ നിന്ന് നമുക്കിത് വർക്ക് ചെയ്യാം. ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ബാക്കപ്പ് ചെയ്തെടുക്കാം. പിന്നെ സ്റ്റോറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അതായത് പിന്നെ സെക്യൂരിറ്റീസ് ആൻഡ് പ്രൈവസി റിസ്ക് ഉണ്ട്, അല്ലെ, സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ വരും, ഹാക്ക് ചെയ്യപ്പെടാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെയിൻലി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ സൈഡിൽ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഏകദേശം ഇത് തന്നെ, ഇത് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഇത്തിരി ഡീപ്പായിട്ടാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ചെയ്തതിന് എന്തായിരിക്കും, കോസ്റ്റ് റിഡക്ഷൻ സംഭവിക്കും ആൻഡ് ഇംപ്രൂവ്ഡ് കൊളാബറേഷൻ ഇൻ ടുഡേസ് എനി ടൈം. ഇവിടെ അത്രയ്ക്ക് പറഞ്ഞു തരാനില്ല, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഏകദേശം ഇത് തന്നെയാണ് സംഭവം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് സെക്രട്ടറി. ഒരു സെക്രട്ടറിയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ജസ്റ്റ് ഞാൻ അതിൻ്റെ ഹെഡിങ്സ് മാത്രം നോക്കുന്നു. ജനറൽ എഡ്യൂക്കേഷൻ വേണം, അതായത് ബാച്ചലർ ഓഫ് ഡിഗ്രി വേണം. അതിന് ആർട്സ് ആയിക്കോട്ടെ, കൊമേഴ്സ് ഓർ ലോ, ഏതും ആവാം, ബാച്ചലർ ഡിഗ്രി വേണം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത്യാവശ്യം പ്രൊഫിഷ്യൻസി വേണം, അതായത് അത്യാവശ്യം അറിയണം ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ നോളജ് ഓഫ് അതർ ലാംഗ്വേജ്. ഇൻ ഇന്ത്യ നോളജ് ഓഫ് ദി ഹിന്ദി ആൻഡ് സം ഓഫ്, അതായത് ഹിന്ദിയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ പേര് പറയുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ലാംഗ്വേജ് ഒക്കെ അറിയുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. പ്രാക്ടിക്കൽ നോളജ് ഓഫ് ഓഫീസ് മാനേജ്മെൻറ്റ് പ്രാക്ടിക്കൽ നോളജ് വേണം.
ഇതാണ് 5th പോയിന്റ്. 6th പോയിന്റ് ആയിട്ട് പേഴ്സണൽ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ക്വാളിറ്റീസ് ടെസ്റ്റിലുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ലാസ്റ്റായിട്ട് ഹൈബ്രിഡ് ഓഫീസ്. ഹൈബ്രിഡ് ഓഫീസ് എന്താന്ന് പറയുകയാണെങ്കിൽ, ഹൈബ്രിഡ് ഓഫീസ് എന്ന് പറയുന്നത് അതായത് ഒരു എംപ്ലോയി വർക്ക് കുറച്ച് ഓഫീസിൽ നിന്നും ചെയ്യും, ബാക്കി വേറെ എവിടെയെങ്കിലും പോയുള്ള റിമോട്ട് ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഹോമിൽ നിന്നോ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, ഹൈബ്രിഡ് ഓഫീസ് എന്ന് പറയാം. അതായത് ട്രഡീഷണൽ ഓഫീസ് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് ചെയ്യുന്നതും, ഇനി വേറെ എന്താ റിമോട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതായത് വേറെ ലൊക്കേഷൻസിൽ അങ്ങനെയുള്ള ഏരിയസിൽ ഇരുന്ന് ചെയ്യാം. പക്ഷെ മൊത്തത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കുറച്ച് ഒരു പകുതിയോളം നമുക്ക് അങ്ങനെ ചെയ്യാം, കുറച്ച് ഓഫീസിലും വന്ന് ചെയ്യാം. ഇതിനെയാണ് ഹൈബ്രിഡ് ഓഫീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാര്യങ്ങളുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് വായിച്ചാൽ കിട്ടും, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഹൈബ്രിഡ് ഓഫീസ് ഓഫ്റ്റൻ നോൺ ആസ് ഓഫീസ് പ്ലസ് എനിവെയർ എന്നുകൂടി പറയും. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ PDF നിന്ന് വായിച്ച് മനസ്സിലാക്കി പോകാം. പിന്നത്തെ കാര്യം, ഈ PDF എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും പറ്റുന്ന പോലെ കുറച്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വിർച്വൽ ഓഫീസ് ഫിസിക്കൽ ഓഫീസും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് വായിച്ചിട്ട് പോകണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്റ്റേഷനറി എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ വാട്ട് ഈസ് വോട്ടിംഗ്, എക്സ്പ്ലെയിൻ ജനറൽ റൂൾസ് ഫോർ വോട്ടിംഗ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വോട്ടിംഗ്. അത് എന്താണ് വോട്ടിംഗ് കാര്യങ്ങളാണ്. ഓക്കെ, ഇതെന്താ നമ്മൾ ടെസ്റ്റിൽ കിടക്കേണ്ടത്, ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് നോക്കിയിട്ട് പോകാം. ഓഫീസ് എറ്റിക്കറ്റ് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഒരുവിധം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസ് ലേഔട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ നോട്ട് ഇത് ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതാണ് കുഴപ്പമില്ല. നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് അതിൻ്റെ ലിങ്ക് കിട്ടും, അതിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെ ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് തിരിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മനസ്സിലാവും ഈ ചാനലിലൂടെ ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഏതൊക്കെ ഇയറിലെ ക്ലാസ്സുകൾ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാവും. ഓക്കെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.